ലോകമെമ്പാടുമുള്ള റോഡുകളുടെ മാപ്പിൽ ചില പാതകൾ അവയുടെ ദൈർഘ്യം കൊണ്ടും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ടും കേവലം യാത്രാ മാർഗങ്ങൾ എന്നതിലുപരി ചരിത്രത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതീകങ്ങളായി നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ സ്വന്തം ദേശീയപാത 41 4112 കിലോമീറ്റർ നീളവുമായി രാജ്യത്തെ ഏറ്റവും നീളമേറിയ പാതയായി തലയുയർത്തി നിൽക്കുമ്പോൾ ആഗോളതലത്തിൽ ഇതിലും അവിശ്വസനീയമായ ഒരു പാതയുണ്ട്. അതാണ് പാൻ അമേരിക്കൻ ഹൈവേ. ഇതൊരു സാധാരണ റോഡല്ല. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അലാസ്കയിലെ പ്രൂഡോ ബേയിൽ നിന്ന് തുടങ്ങി തെക്കേ അമേരിക്കയുടെ അങ്ങേ അറ്റത്തുള്ള അർജന്റീനയിലെ ഉഷുവായയിൽ അവസാനിക്കുന്ന 30,600 കിലോമീറ്റർ, അതായത് ഏകദേശം 19,000 മൈൽ ദൂരമുള്ള ഒരു ഇതിഹാസ പാതയാണ്. 14 രാജ്യങ്ങളിലൂടെ ഒരൊറ്റ യൂടേൺ പോലുമില്ലാതെ കടന്നു പോകുന്ന ഈ റോഡ് മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെയും ജീവിക്കുന്ന സ്മാരകമാണ്. പാൻ അമേരിക്കൻ ഹൈവേയുടെ ആശയം രൂപപ്പെടുന്നത് 1920കളുടെ തുടക്കത്തിലാണ്. വടക്ക് തെക്ക് അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം, ടൂറിസം, രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ പ്രാഥമിക ലക്ഷ്യം. കേവലം റോഡുകൾ നിർമ്മിക്കുക എന്നതിലുപരി ഒരു വൻകരയുടെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു സാംസ്കാരിക ഇടനാഴി സൃഷ്ടിക്കുക എന്ന മഹത്തായ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. 1937ഓടെ ഈ പാത കടന്നുപോകുന്ന 14 രാജ്യങ്ങളും പദ്ധതിയുടെ ഭാഗമാകാൻ ഔദ്യോഗികമായി പ്രതിജ്ഞാബദ്ധരായി. തുടർന്ന് പതിറ്റാണ്ടുകളോളം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1960കളിൽ ഈ പാത പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, ഗ്വാട്ടിമാല, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, അതുപോലെ നിക്കാരഗ്വ, കോസ്റ്റാറിക്ക, പനാമ, കൊളംബിയ, ഇക്വഡോർ, പെറു, ചിലി, അർജന്റീന എന്നീ രാജ്യങ്ങളുടെ സഹകരണമാണ് പാൻ അമേരിക്കൻ ഹൈവേയുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത്. ഓരോ രാജ്യവും തങ്ങളുടെ അതിർത്തിക്കുള്ളിലുള്ള ഭാഗത്തിൻ്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും ഉത്തരവാദികളാണ്. ഈ പങ്കാളിത്തമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള റോഡിനെ സജീവമാക്കി നിലനിർത്തുന്നത്. പാൻ അമേരിക്കൻ ഹൈവേയുടെ കഥ പറയുമ്പോൾ പരാമർശിക്കാതെ പോകാൻ പറ്റാത്ത ഒരു ഭാഗമുണ്ട്: ഡാരിയൽ ഗ്യാപ്പ്. പനാമയ്ക്കും കൊളംബിയയ്ക്കും ഇടയിലുള്ള ഏകദേശം 100 കിലോമീറ്റർ നീളമുള്ള ഈ പ്രദേശം ഇടതൂർന്ന മഴക്കാടുകളും ചതുപ്പ് നിലങ്ങളും കാരണം ഇതുവരെ റോഡ് നിർമ്മാണം സാധ്യമാകാത്ത ഒരൊറ്റ വിടവാണ്. റോഡിൻ്റെ മറ്റ് ഭാഗങ്ങൾ മോട്ടോർ വാഹനങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ഈ ഭാഗം കാടായതിനാൽ വാഹനം ഉപയോഗിച്ച് നേരിട്ട് കടന്നു പോകാൻ സാധിക്കില്ല. ഇത് ഹൈവേയുടെ തുടർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈവേ എന്ന നിലയിൽ തുടർച്ചയുണ്ടെങ്കിലും മോട്ടോറബിൾ റോഡ് എന്ന വിശേഷണം നിലനിർത്താൻ യാത്രക്കാർക്ക് ഈ ഭാഗം മറികടക്കാൻ കപ്പൽ മാർഗം ആശ്രയിക്കേണ്ടി വരും. റോഡിൻ്റെ തുടർച്ചയ്ക്ക് ഭീഷണിയാണെങ്കിലും വന്യജീവികളെ സംരക്ഷിക്കുന്നതിലും പ്രദേശവാസികളുടെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിലും ഈ വിടവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പാൻ അമേരിക്കൻ ഹൈവേയുടെ ദൈർഘ്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ലളിതമായ കണക്ക് നോക്കാം. ഒരാൾ ദിവസവും വിശ്രമമില്ലാതെ സഞ്ചരിച്ചാൽ പോലും ഈ യാത്ര പൂർത്തിയാക്കാൻ 60 ദിവസത്തിൽ കൂടുതൽ, അതായത് ഏകദേശം 2 മാസത്തിലധികം സമയമെടുക്കും. ഇതൊരു സാധാരണ റോഡ് ട്രിപ്പല്ല, ഇതൊരു യഥാർത്ഥ സാഹസിക യാത്രയാണ്. അലാസ്കയിലെ ഹിമപാതങ്ങൾ നിറഞ്ഞ ആർട്ടിക് തുന്ദ്രയിൽ നിന്ന് ആരംഭിച്ച് മെക്സിക്കോയിലെ മരുഭൂമികൾ, ആൻഡീസ് പർവ്വതനിരകളിലെ കുത്തനെയുള്ള വളവുകൾ, പെറുവിലെ വരണ്ട തീരപ്രദേശങ്ങൾ, അർജന്റീനയിലെ ടിയേറ്റ ഡെൽ ഫ്യൂറോഗോയിലെ തണുത്തുറഞ്ഞ താഴ്വരകൾ എന്നിവയിലൂടെയെല്ലാം ഈ പാത കടന്നു പോകുന്നു. ലോകത്തിലെ ഏറ്റവും ചൂടേറിയതും തണുപ്പേറിയതുമായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും വലിയ വെല്ലുവിളിയാണ്. മെക്സിക്കൻ ഗ്യാസ്ട്രോണമി, മായൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ആൻഡീസിലെ ഇൻക പാരമ്പര്യം, ചിലിയൻ വൈൻ റൂട്ടുകൾ എന്നിങ്ങനെ ഓരോ കിലോമീറ്ററിലും പുതിയൊരു സാംസ്കാരിക അനുഭവം കാത്തിരിക്കുന്നു. ഈ യാത്ര കേവലം ദൂരം താണ്ടുക എന്നതിലുപരി വടക്ക് തെക്ക് അമേരിക്കൻ ജനതയുടെ ജീവിത രീതികളെ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. പാൻ അമേരിക്കൻ ഹൈവേയുടെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത പല ഭാഗങ്ങളിലും യൂടേണോ അതുപോലെ കുത്തനെയുള്ള തിരിവുകളോ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഇത് നേരെയുള്ള ഒരു പാതയാണ്. അതായത് ഇത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാത മാത്രമല്ല, താരതമ്യേന ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ ഒന്നും കൂടിയാണ്. ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ വലിയ തോതിലുള്ള എഞ്ചിനീയറിംഗ് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആൻഡീസ് പർവ്വതനിരകളിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ നിർമ്മിക്കാൻ പാറ തുരന്ന് ടണലുകളും മലയിടുക്കുകൾക്ക് കുറുകെ പാലങ്ങളും നിർമ്മിക്കേണ്ടി വന്നു. കോസ്റ്റാറിക്ക, പനാമ തുടങ്ങിയ രാജ്യങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലൂടെ റോഡ് നിർമ്മിക്കുന്നത് അടിത്തറ ബലപ്പെടുത്തുന്നതിനും സ്ഥിരത ഉറപ്പാക്കുന്നതിനും വലിയ വെല്ലുവിളിയായിരുന്നു. ഓരോ രാജ്യവും ഹൈവേയുടെ സ്വന്തം ഭാഗം രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഹൈവേ എന്ന നിലയിൽ നിലനിർത്താനുള്ള പൊതുവായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചത് 1920കളിൽ ആണെങ്കിലും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഇത് വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്തത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയിലുടനീളമാണ്. പലയിടങ്ങളിലും റോഡ് ഇന്നും നവീകരണത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കുന്നു.
പാൻ അമേരിക്കൻ ഹൈവേ വെറും ടൂറിസ്റ്റ് ആകർഷണം എന്നതിലുപരി ഭൂഖണ്ഡത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഈ പാത ചരക്ക് ഗതാഗതത്തിന് അത്യന്താപേക്ഷിതമാണ്. വടക്കു നിന്ന് തെക്കോട്ടും തിരിച്ചുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ഒഴുക്ക് പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായം എത്തിക്കുന്നതിനും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ഈ പാതകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൈവേയുടെ തുടർച്ച വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കുന്നു. എങ്കിലും ഈ പാതയുടെ നിർമ്മാണം ചില പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വനനശീകരണത്തിനും പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇത് കാരണമായിട്ടുണ്ട്. ഡാരിയൻ ഗ്യാപ്പിലെ റോഡ് നിർമ്മാണം ഒഴിവാക്കുന്നത് ഈ പ്രദേശത്തെ തനതായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നയപരമായ തീരുമാനമാണ്. ഈ 30,600 കിലോമീറ്റർ റോഡ് വെറും ടാർ പാകിയ പാത മാത്രമല്ല. ഇത് സാഹസികതയുടെ ഒരു ക്ഷണം, സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു പ്രതലം, ഒപ്പം രണ്ട് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഹൃദയത്തിലൂടെ ഓടുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥയുമാണ്. ഈ പാതയിലൂടെയുള്ള ഒരു യാത്ര ഒരു ഭൂഖണ്ഡത്തിൻ്റെ മൊത്തം വൈവിധ്യത്തിലൂടെയും അതുപോലെ ചരിത്രത്തിലൂടെയുമുള്ള ഒരു യാത്രയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.